ശബരിമല കൊള്ളക്കേസിൽ തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതിന് മുൻപ് മുഴുവൻ പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതോടെ നിലവിലെ അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിലുപരി കേരളത്തിൽ വർഗീയതയെ കുഴിച്ചുമൂടലായിരിക്കും പ്രധാന ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നൽകിയാൽ സ്വീകരിക്കുമെന്നും മതരാഷ്ട്രവാദം ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കുന്ന പാർട്ടിയായി CPM മാറിയെന്നും പല കാരണങ്ങൾ കൊണ്ട് UDF വിട്ടുപോയവരും ഇടതുപക്ഷ സഹയാത്രികരും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ UDFിലേക്ക് വരുമെന്ന് വി.ഡി. സതീശൻ കാസർഗോഡ് പറഞ്ഞു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. ഹൈക്കോടതി, വിചാരണ കോടതിയും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച കേസാണ്. സുപ്രീം കോടതി പറഞ്ഞ അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ഇങ്ങോട്ട് ജാമ്യത്തിന് വരുന്നതെന്ന് ചോദിച്ച കേസാണ്. അത് അവർക്ക് ആ ജാമ്യം കിട്ടില്ല. അപ്പോൾ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുക. ഇനി വിശദമായ കുറ്റപത്രം വേണ്ട, ഒരു പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതികൾ പുറത്തിറങ്ങില്ല. ഇപ്പോഴുള്ള പ്രശ്നം എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നാണ് കണ്ടെത്തൽ, അല്ലേ? ഏത് കോടീശ്വരനാണ് വിറ്റത്? ആരുടെ അടുത്താണ് ഈ ദ്വാരപാലക ശില്പം ഇരിക്കുന്നത്? എന്നിട്ട് വ്യാജമായി കൊണ്ടുവച്ച ദ്വാരപാലക ശില്പമാണ് വീണ്ടും സ്വർണം പൂശാനും കക്കാനും പോയത്. വീണ്ടും 2024 ഗുരുതരമായ ആരോപണമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു. തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല, കാര്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തെളിവില്ലാതെ രീതിയിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ഉത്കണ്ഠ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ട്. അതാണ് ഞങ്ങൾ സമരത്തിലൂടെ പ്രതിഫലിപ്പിച്ചത്. അതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു തരാം. ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം നല്ല വ്യക്തതയോടുകൂടി ആ നിലപാട്, ഞാൻ പണ്ട് പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ അപ്പോൾ എന്നെ എല്ലാവരും വിമർശിച്ചു. അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹം വീണ്ടും ക്ലാരിറ്റി വരുത്തി. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പറഞ്ഞാലും 40 വർഷം 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്, ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPMൻ്റെ കൂടെയായിരുന്നു. ഞാൻ 5-6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് എനിക്കെല്ലാം എതിരായിരുന്നു അവർ. അപ്പോൾ ഒന്നും ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. CPMൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPMനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച ഗവൺമെൻറ് ചെയ്ത കൊള്ളകൾ, ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ, പ്രതികൾ ഇപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. പുതുയുഗ യാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനമായി ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി, വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി കൃത്യമായ പദ്ധതികളുമായി അടിസ്ഥാനപരമായ മാറ്റം കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും വരുത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പരിചയസമ്പത്തും ലോകരാജ്യങ്ങളിലുള്ള ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികളായ ആളുകളുടെ വൈദഗ്ധ്യം മുഴുവൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന, കേരളത്തിൽ തന്നെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കോഴ്സുകൾ തേടി പ്രോഗ്രാമുകൾ തേടി വിദേശത്തേക്ക് പോകേണ്ട അവസ്ഥയില്ലാത്ത, ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനുള്ള അംഗീകാരമുള്ള നല്ല പ്രോഗ്രാമുകളും ഇവിടെ കേരളത്തിൽ ആരംഭിക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് കഴിയും.